മാങ്ങാക്കറിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. കറി ഉണ്ടാക്കാനായി ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. കൂടെ 2 പച്ചമുളകും ഒരു സവാളയും കൂടി എടുത്തിട്ടുണ്ട്. കുറച്ച് പുളിയുള്ള ഒരു മാങ്ങയാണ് എടുത്തത്. ഇനി മാങ്ങ തോല് കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുക്കാം. അതുപോലെ സവാളയും നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കണം. ഇനി കഷ്ണങ്ങൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞ് ചേർക്കാം. ഒരു സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇടാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. കൂടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴത്തേക്ക് ഒരു മുറി തേങ്ങ ചിരവിയത്, കൂടെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ലേശം മഞ്ഞൾപ്പൊടിയും 2-3 ചെറിയ ഉള്ളിയും അരയാനുള്ള വെള്ളവും ചേർത്ത് തരിയില്ലാതെ അരച്ചെടുക്കണം. ഇനി അടപ്പൊന്ന് തുറന്ന് നോക്കാം. മാങ്ങ കഷ്ണങ്ങൾ വെന്ത് വന്നിട്ടുണ്ട്. കഷ്ണങ്ങൾ വെന്ത് ഉടയണ്ട, 1/4 ഭാഗം വെന്ത് വന്നാൽ മതി. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് ചാറ് പാകത്തിലാക്കിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി കറി ഒരു തിള വന്നാൽ വാങ്ങി വെച്ച് ഇതിലേക്ക് വറവ് ചേർത്ത് കൊടുക്കാം. ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.